ഹായ് ഓൾ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ലിറ്റർ പാൽ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ തിളപ്പിക്കാൻ. അതിലേക്ക് ഞാനൊരു 500 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടിൻ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല, ക്യാമറ ഓഫ് ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാനൊരു 2 നുള്ള് കുങ്കുമം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് സിമ്മിലാണ് ഇട്ട് കൊടുക്കേണ്ടത്, കാരണം ഇതിൻ്റെ അടിയിൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ സിമ്മിലിട്ട് കൊടുക്കുക. പിന്നെ പാലല്ലേ, അടിയിൽ കരിഞ്ഞ് പിടിക്കാനും സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ജോയിൻ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് പഞ്ചസാര ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചവ്വരില്ലേ, അതായത് സാബുനരി, അതൊരു 750 ഗ്രാം ഞാൻ പിന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ ചേർത്തെടുക്കുന്നത് നട്ടാനോട്രിക്കോൻ്റെ ഒരു പ്രോഡക്റ്റാണ്, ഇളനീരിൻ്റെ പൾപ്പൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള. ഇത് പൾപ്പായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്, ന്യൂഡിൽസായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് പൾപ്പായിട്ട് ക്യൂബ്സായിട്ട് ഉള്ളതായിരുന്നു ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്രത്തോളം കട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ന്യൂഡിൽസ് ആയിട്ട് വാങ്ങിയതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മറ്റേത് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങി കളിക്കും. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ആദ്യം പിന്നെ ഒരു 6 നേന്ത്രപ്പഴം, പിന്നെ 2 സ്പൂൺ ബട്ടറിൽ അതുപോലെ 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പ്രാവശ്യത്തെ ഞങ്ങൾക്ക് പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ പെരുന്നാളിന് തറവാട്ട് വീട്ടിലായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നത്, ഉമ്മാൻ്റെ അടുത്ത്. അവിടെ പിന്നെ എല്ലാവരും ഇളച്ചികൾ, ഇളച്ചന്മാർ, കുട്ടികൾ, മൂത്തച്ഛൻ, മൂത്തച്ചി, നാത്തൂന്മാർ, അളിയാക്കാർ, പിന്നെ എളാപ്പാരെ മക്കൾ, മരുമക്കൾ, അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാൾ. അടിപൊളിയായി. ഇനി ഇതപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന 2 സ്പൂൺ പഞ്ചസാര, പിന്നെ അതുപോലെ ഒരു 15 ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു പായസം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്, നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിന് പിന്നെ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഈ പിന്നെ നട്ടാനൂട്രിക്കോൻ്റെ ഈ ഇളനീരിൻ്റെ പൾപ്പുണ്ടല്ലോ, ഇത് നമുക്കിപ്പോൾ പിന്നെ പുഡിങ് ഉണ്ടാക്കുക, അതുപോലെ ഫ്രൂട്ട് സലാഡ്, ഇതിലേക്കൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഇതിൽ മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജിയെങ്കിലും ഇട്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.